ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല ഫ്ലഫി ആയിട്ട് നിറയെ ലെയേഴ്സോട് കൂടിയിട്ടുള്ള ചപ്പാത്തിയുടെയും പൂരിയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളും പൂരിയേക്കാളും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയും ചപ്പാത്തിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഡോ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് 2 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആട്ടയ്ക്ക് പകരം നമുക്ക് മൈദയിലും ഇത് റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആട്ടയിലിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലോ ഗീയോ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ആട്ടയ്ക്കനുസരിച്ച് കുറച്ച് മാറ്റം വരാം. നല്ല സോഫ്റ്റായി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ആട്ട നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഡോ നമുക്ക് നല്ല സോഫ്റ്റായി തന്നെ കിട്ടണം, ഒട്ടും ടൈറ്റായി പോകരുത്. ഇനി നമുക്ക് ഇതിന് മുകളിൽ അല്പം ഓയിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും ഡോ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരും. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡോവെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പൂരിക്കെടുക്കുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കണം. പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം ആട്ട കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതിന് മുകളിൽ അല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്പം ആട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം 2 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി തിരിച്ചും 2 സൈഡിൽ നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം ആട്ട സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ എല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് പൊടി നന്നായി തന്നെ തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനെടുത്ത പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലാദ്യം നമുക്ക് പൂരി ഒന്ന് ചുട്ടെടുക്കാം. പൊടിയൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പൂരി പരത്തി വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നന്നായിട്ട് പൊള്ളച്ച് വരുന്നത്. മടക്കിയിട്ട് പരത്തിയെടുത്തത് കൊണ്ട് തന്നെ നല്ല ലെയേഴ്സായിട്ട് നമുക്ക് പൂരി ലഭിക്കും. ഇനി ബാക്ക് സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി എല്ലാ പൊരിയും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയേക്കാളും നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ പൂരി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടായി വന്നതിലോട്ട് ആദ്യം പരത്തി വെച്ച് ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിന് മുകളിൽ അല്പം ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിലോ ഗീയോ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് പൊള്ളാൾ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിലും ഓയിൽ അല്പം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിനി ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഇത് നല്ല ക്രിസ്പി ആക്കിയിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ലഭിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കി എടുക്കുന്ന ചപ്പാത്തിയേക്കാളും നല്ല ടേസ്റ്റാണ് ലെയേർഡ് ചപ്പാത്തി കഴിക്കാനായിട്ട്. ഇതുപോലെ ഓരോ ചപ്പാത്തിയും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഈ ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. കറികളില്ലാതെ വെറുതെ റോൾ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പൂരിയും ചപ്പാത്തിയും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ലെയേഴ്സോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ചപ്പാത്തിയും പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.